എല്ലാവർക്കും ഇന്നർ ഗൈഡൻസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്ന വിഷയം എന്താണ് ഷാഡോ വർക്ക് എന്നും ഷാഡോ വർക്ക് ചെയ്യുന്നവർ പലപ്പോഴും ചെയ്യുന്ന 5 കോമൺ മിസ്റ്റേക്സും അതോടൊപ്പം തന്നെ 3 ബോണസ് ടിപ്സുമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഷാഡോ വർക്ക് നമ്മുടെ ഗ്രോത്തിനും സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനും വളരെ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഇനി എന്താണ് ഷാഡോ വർക്ക് എന്ന് നോക്കാം. ഷാഡോ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സെൽഫ് ഡിസ്കവറി പ്രോസസ്സാണ്. ഇതിനെ കാൾ യുങ് എന്ന സ്വിസ് സൈക്കോളജിസ്റ്റാണ് നമുക്ക് പരിചയപ്പെടുത്തിയത്. അതായത് നമ്മളിൽ ഓരോരുത്തരിലും ഒരു ഷാഡോ ഉണ്ട്. ഷാഡോ എന്നാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ ദ്രുതമായി ഒളിപ്പിച്ചിട്ടുള്ള നാം മറക്കാൻ ശ്രമിക്കുന്ന കാര്യം. അതേസമയം ഇവയൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ള കാര്യങ്ങളുമാണ്, ഉള്ള ഭാഗങ്ങളുമാണ്. ഇതിൽ നമ്മുടെ ഫിയേഴ്സ്, ഇൻസെക്യൂരിറ്റീസ്, സപ്രസ്ഡ് ഇമോഷൻസ് കൂടാതെ അൺറിസോൾവ്ഡ് കോൺഫ്ലിക്ട്സ് എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഈ ഷാഡോ വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ മറച്ചു വെച്ചിരിക്കുന്ന ഈ ഭാഗങ്ങളെ തിരിച്ചറിയാനും അവയെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനും സാധിക്കും. ഇതിലൂടെ നമുക്ക് നമ്മുടെ ഇമോഷണൽ വെൽബീയിങ് മെച്ചപ്പെടുത്താനും അതുപോലെ നമ്മുടെ സെൽഫ് അവെയർനെസ്സും സെൽഫ് അക്സെപ്റ്റൻസും കൂടുതൽ നേടാനും സാധിക്കും. ഇനി ഷാഡോ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും കോമൺലി ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ്. അതിൽ പ്രധാനമായും ചെയ്യുന്ന 5 കോമൺ മിസ്റ്റേക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ മിസ്റ്റേക്കാണ് അവോയ്ഡിങ് ഡിസ്കംഫേർട്ട്. അതായത് അൺകംഫർട്ടബിൾ ഫീലിങ്സിനെ അവോയ്ഡ് ചെയ്യുന്നത്. നമ്മളിൽ പലരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് നമുക്കുണ്ടാവുന്ന അൺകംഫർട്ടബിൾ ഫീലിങ്സിനെ അവോയ്ഡ് ചെയ്യുന്നത്. നമ്മൾ ഷാഡോ വർക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫിയേഴ്സ്, ആങ്സൈറ്റീസിനെയൊക്കെ നേരിടാൻ കൂടെ തയ്യാറാകണം. അപ്പോഴാണ് ആ ഡിസ്കംഫേർട്ട് എംബ്രേസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മളിൽ ഗ്രോത്ത് നടക്കുന്നത്. അതായത് എപ്പോഴാണോ നമ്മൾ നമ്മുടെ ഫിയേഴ്സിനെയും ആങ്സൈറ്റീസിനെയും ഇൻസെക്യൂരിറ്റീസിനെയും ഒക്കെ അഭിമുഖീകരിക്കാൻ പഠിക്കുന്നത്, അപ്പോഴാണ് നമുക്ക് നമ്മുടെ അകത്തുള്ള ഡീപ്പ് റൂട്ടഡ് ഇഷ്യൂവിനെ മനസ്സിലാക്കാനും അതിനെ സഹായിക്കാനും അങ്ങനെ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും പഠിക്കുകയുള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ മിസ്റ്റേക്കാണ് ഷാഡോ ആസ്പെക്ട്സിനെ ഓവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഷാഡോ ഭാഗങ്ങളെ അനാവശ്യമായി തിരിച്ചറിയുന്നത്. നമ്മൾ നമ്മുടെ ഷാഡോ ഭാഗങ്ങളെ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് അത്യാവശ്യമാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ അവയെ നമ്മുടെ മുഴുവൻ ജീവിതത്തെയും നിർവചിക്കാൻ അനുവദിക്കരുത്. ഷാഡോ വർക്കിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഈ ഷാഡോ ഭാഗങ്ങളെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനും അവയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനുമാണ്. അവയിൽ പൂർണ്ണമായും അലിഞ്ഞു പോകാനല്ല എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ മിസ്റ്റേക്കാണ് സൂപ്പർഫിഷ്യൽ എൻഗേജ്മെൻറ്റ് ഓർ സൂപ്പർഫിഷ്യൽ ഷാഡോ വർക്ക്. ഈ ഷാഡോ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡീപ്പ് ഇൻട്രോസ്പെക്ഷൻ പ്രോസസ്സാണ്. അതിനെ നമ്മൾ സൂപ്പർഫിഷ്യൽ തലത്തിൽ നിന്ന് നോക്കിയാൽ വളരെ ലിമിറ്റഡ് എഫക്റ്റ് ഉണ്ടാകും. നമ്മുടെ ബിലീഫ്സ്, ഫിയേഴ്സ്, ബിഹേവിയേഴ്സ് എന്നിവയുടെ റൂട്ട് കോസ് അനലൈസ് ചെയ്യുന്നതിലൂടെയും ജേണലിംഗ്, മെഡിറ്റേഷൻ തുടങ്ങിയ പ്രാക്ടീസസുമാണ് നമ്മളെ ഇതിനെതിരെ സഹായിക്കുന്നത്. നാലാമത്തെ മിസ്റ്റേക്കാണ് നമുക്കൊരു സെൽഫ് കമ്പാഷൻ ഇല്ലാത്തത്. അതായത് നമ്മൾ ഒരിക്കലും ഹാഷ് ആകരുത്. നമുക്കൊരു സെൽഫ് കമ്പാഷൻ ഇല്ലാതെ ഷാഡോ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഷാഡോ വർക്ക് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകാം. നമ്മൾ ആദ്യം നമുക്കെല്ലാവർക്കും ഫ്ലോസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മളെപ്പോഴും സെൽഫ് ലവ് കൊണ്ടും സെൽഫ് കമ്പാഷൻ കൊണ്ടും നമ്മുടെ ലൈഫ് ജേണി മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി അഞ്ചാമത്തെ മിസ്റ്റേക്കാണ് ഇൻ്റഗ്രേഷനെ അവഗണിക്കുന്നത് അഥവാ നെഗ്ലെക്റ്റിംഗ് ഇൻ്റഗ്രേഷൻ. നമ്മളെപ്പോഴും നമ്മുടെ ഷാഡോ വർക്ക് ഇൻസൈറ്റ്സ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാത്തതും ഒരു മിസ്റ്റേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് കൂടെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. അതിനായി ഞാൻ നിങ്ങൾക്ക് 3 ബോണസ് ടിപ്സ് നൽകാം. 1 ജേണലിംഗ്, 2 സീക്ക് സപ്പോർട്ട്, 3 മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. ഇവിടെ ജേണലിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ് ഇവയൊക്കെ ജേണലിംഗ് ചെയ്യുക എന്നതാണ്. ഇത് നമ്മളെ കൂടുതൽ ക്ലിയർ ആക്കും. രണ്ടാമത്തത് സീക്ക് സപ്പോർട്ടാണ്. നമ്മളെപ്പോഴും നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ഫ്രണ്ട്സിൽ നിന്നും
തെറാപ്പിസ്റ്റിൽ നിന്നും സപ്പോർട്ട് ഗ്രൂപ്പ്സിൽ നിന്നുമൊക്കെ നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ആണ്. അതായത് മെഡിറ്റേഷൻ, ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസസ് ഇവയൊക്കെ നമ്മുടെ ഷാഡോ വർക്ക് റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഷാഡോനെ നേരിടാൻ പഠിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് സെൽഫ് ആകാനുള്ള ധീരമായ ഒരു ചുവടുവെപ്പാണെന്ന് ഓർക്കുക. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. പുതിയൊരു വിഷയവുമായി ഉടനെ കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.